പ്രമേഹ രോഗികളും അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഒരു ഹെൽത്തി രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാനായിട്ട് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു കാര്യമാണ് ഓട്സ്. പൊതുവെ ആൾക്കാരുടെ എല്ലാം ഒരു വിചാരം ഓട്സ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു രീതിയിലുള്ളൊരു മീലാണ്, അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്നുള്ളതാണ്. പലപ്പോഴും നമ്മളത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ ദോശയും എണ്ണയിൽ കുക്ക് ചെയ്യുന്ന പലഹാരങ്ങളും ഒക്കെ മാറ്റിക്കൊണ്ട് ഈ ഓട്സ് എടുക്കാനായിട്ട് പലരും ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്തും ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓട്സ് ഒരു നല്ല സീരിയൽ ആണെങ്കിലും അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണെന്നുള്ളതനുസരിച്ചാണ് ശരിക്കും അതിന് ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓട്സിന്റെ അകത്ത് ബീറ്റാ ഗ്ലൂക്കാൻ എന്ന് പറയുന്ന ഒരു സോല്യൂബിൾ ഫൈബർ ഉണ്ട്. ഈ ഫൈബർ ഉള്ളത് കൊണ്ട് അതിന്റെ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ, നമ്മുടെ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് വരുന്ന സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് താഴ്ന്നു നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് അതൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പ്രമേഹമുള്ളവർക്കും അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർ, വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കും അല്ലാത്തവർക്കും എല്ലാം നമ്മളൊരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഓട്സിൻ്റെ പ്രോസസ്സിംഗ് കൂടുന്നതനുസരിച്ച് ഈ ബീറ്റ ഗ്ലൂക്കാനിൻ്റെ അളവ് അതിൻ്റെ അകത്ത് കുറയുകയും അതുകൊണ്ട് അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് സ്റ്റീൽ കട്ട് ഓട്സ് ആണ്. സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഓട്സ് ആണ്. അതിന് കുക്കിംഗ് ടൈം കൂടുതലുണ്ട്. അത് കുറച്ച് നമ്മൾ കഷ്ടപ്പെടണം അത് ഉണ്ടാക്കി നമ്മളൊരു മീലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനാണ് ഏറ്റവും ലോവസ്റ്റ് ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഇതിൻ്റെ മുകളിലുള്ളതാണ് റോൾഡ് ഓട്സ്. റോൾഡ് ഓട്സും ഒരു സെമി ട്രഡീഷണൽ രീതിയിലുള്ള പ്രിപ്പറേഷനാണ്. അതും കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. അതിനും ഒരു ഗ്ലൈസീമിക് ഇൻഡെക്സ് ഇൻ്റർമീഡിയറ്റ് ആണ്. എന്ന് വെച്ചാൽ സ്റ്റീൽ കട്ട് ഓട്സിൻ്റെ അത്രയും ലോ അല്ല, എന്നാൽ ഒരുപാട് കൂടുതലുമല്ല. പക്ഷേ പലപ്പോഴും നമ്മുടെ വിപണിയിൽ വരുന്നത് ഇൻസ്റ്റന്റ് ഓട്സ് ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. കാരണം ഇൻസ്റ്റന്റ് ഓട്സിൻ്റെ അകത്ത് വളരെ ഹൈലി പ്രോസസ്ഡ് ആണ്. പലപ്പോഴും അതിൻ്റെ അകത്ത് ആഡഡ് ഷുഗേഴ്സും ഉണ്ട്. അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും ഹൈ ആണ്. അപ്പോൾ ഇൻസ്റ്റന്റ് ഓട്സ് ആണ് ശരിക്കും ആൾക്കാർക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആണ്. കാരണം വെച്ചാൽ അത് പെട്ടെന്ന് അതെടുത്ത് അതിൻ്റെ അകത്ത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കലക്കി കഴിഞ്ഞാൽ അത് ഓട്സ് ആയി മാറും. അപ്പോൾ അത് ശരിക്കും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓട്സിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്ന ബെനിഫിറ്റ്സ് കിട്ടുന്നില്ല. പെട്ടെന്ന് ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അകത്ത് ആഡഡ് ഷുഗേഴ്സും അതിൻ്റെ അകത്ത് പലതിൻ്റെ അകത്തുമുണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നിങ്ങളൊരു ഓട്സ് മീല് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ഓട്സിൻ്റെ പ്രോസസ്സിങ് എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ ലേബലിംഗ് വായിച്ച് സ്റ്റീൽ കട്ട് ഓട്സോ അല്ലെങ്കിൽ റോൾഡ് ഓട്സോ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.